ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ക്രൂപ്പി ബാർസലോണയുടെ ഒരു സ്ട്രൈക്കർ ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടൊരു പ്ലെയറാണ്. പുള്ളിക്കാരന് ഒരു ചെറിയ ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 മാസത്തോളം പുള്ളി അവൈലബിൾ അല്ല. സ്വാഭാവികമായിട്ടും ബാർസ റേസിൽ നിന്ന് ഔട്ടാണെന്നാണ് പറയുന്നത്. ആ, അതല്ലെങ്കിലും ക്രൂപ്പിയിൽ ബാർസ സീരിയസ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് കാണിച്ചതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നത് മോർ ഓർ ലെസ് അത്ലറ്റിക്കോക്ക് ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ടാക്ടിക്സ് ആയിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. എനിവേസ് ആ ടാക്ടിക്സ് ഇനി വർക്കൗട്ട് ആവില്ല. ഹീസ് ഇഞ്ചേർഡ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബാർസ ഒരു പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാതിരിക്കും? ഇനി അഥവാ ചെയ്യുവാണെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു ഗസ്സുണ്ടോ? ഞാൻ അതിനെപ്പറ്റി കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഇൻ ഹൗസ് ആയിട്ടുള്ള ഒരു പ്ലെയറെ തന്നെ യൂസ് ചെയ്ത് റെസ്റ്റ് ഓഫ് ദ സിസ്റ്റം ഓടിക്കാം, അതല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു സ്ട്രൈക്കറിനെ നോക്കുക എന്നുള്ളതാണ്. ഇൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഭാഗ്യമുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് ഡാനി ഓൾമോ ആണ്, പിന്നെ നമ്മുടെ ഫെറാൻ ടോറസ്, പിന്നെ ഉള്ളത് പുതിയ പയ്യൻ കരീം അദേയമി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു പയ്യൻ. അപ്പം ഇവരെ മൂന്ന് പേരെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. ഇവർക്ക് മൂന്ന് പേർക്കും ബാർസലോണയുടെ സ്ട്രൈക്കർ എന്നുള്ള ഒരു ഓർ എന്നുള്ള പ്ലേയേഴ്സ് അല്ല. അതല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു 25 to 30 ഗോൾസ് പെർ സീസൺ എല്ലാ സീസണിലും കൺസിക്യൂട്ടീവ് ആയിട്ട് അങ്ങനെ തരാൻ പറ്റുന്ന പ്ലേയേഴ്സും ആയിരിക്കില്ല. പിന്നുള്ളത് അവരുടെ അക്കാദമിയാണ്. അക്കാദമിയിലാണെങ്കിലും സാധാരണഗതിയിൽ ബാർസ എങ്ങനെയാണല്ലോ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരുമ്പം അവരൊരു അക്കാദമിയിൽ പോകും, അവിടുന്ന് ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു പരിപാടി പണ്ട് അവർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആണെങ്കിലും അവർക്ക് ഓക്സാർ ഗിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ അവിടെ ഉണ്ട്. പക്ഷേ ഫ്ലിക്ക് പുള്ളീൻ്റെ കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അക്കാദമിയിലുള്ള ഒരു പ്ലെയറൊക്കെ പിടിച്ചിട്ട് ലെവൻഡോസ്കി വിട്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത് ദാറ്റ്സ് ടു മച്ച്. അതെന്തായാലും ചെയ്യാനുള്ള സാധ്യതയില്ല. ആ ഒരു അവസരത്തിൽ പിന്നെ എക്സ്റ്റേണൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള 3 പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞിരിക്കെങ്കിൽ വ്ലാഹോവിക് ഉണ്ട്, അതുപോലെ തന്നെ ഡാർവിൻ ന്യൂനസ് ഉണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ ഒഷ്യമനാണ്. ഇവർക്ക് 3 പേർക്കും ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. ഇതിനകത്ത് ഡാർവിൻ്റെ കാര്യമാണെങ്കിലും വ്ലാഹോവിക്കിൻ്റെ കാര്യമാണെങ്കിലും വലിയ പൈസ അല്ലാതെ ബാർസലോണയ്ക്ക് സൈൻ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. ഒഷിമിൻ്റെ കേസ് പറഞ്ഞിരിക്കെങ്കിൽ പുള്ളിക്കാരൻ്റെ സൈനിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരു പ്ലെയറിനെ ബാർസലോണ ഒരു രീതിയിലും സൈൻ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കെങ്കിൽ ഈ 3 പ്ലേയേഴ്സും ബാർസലോണയുടെ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ, ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ ഒരു സെക്കൻഡ് ഫിഡിലായിട്ട് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കേഴ്സാണ്. കാര്യം ഫ്ലിക്കിൻ്റെ ഒപ്പം പ്രോപ്പർ സിസ്റ്റം വർക്ക് ആവാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് മാൻ വെച്ച് കളിക്കേണ്ട സമയത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കേഴ്സാണ് ഇവർ 3 പേരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഫ്ലിക്ക് സാധാരണഗതിയിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ പുള്ളി ഡിമാൻഡ് ചെയ്യുന്നത് ഒത്തിരി അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന സ്ട്രൈക്കേഴ്സിനാണ്. അതുപോലെ തന്നെ റണ്ണിങ് ബിഹൈൻഡ് ദ ഡിഫൻഡേഴ്സ്, ഡിഫൻഡേഴ്സിൻ്റെ പിറകിലുള്ള സ്പേസ് കണ്ടെത്തുക, എന്നിട്ട് അവിടേക്ക് അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാം. അതുപോലെ തന്നെ വിങ്ങേഴ്സിൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് കമ്പൈൻ ആയിട്ട് കളിക്കുന്ന സ്ട്രൈക്കേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഫ്ലിക്കിന് ആവശ്യം. പക്ഷേ ഇവർ 3 പേരും അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള ആൾക്കാരല്ല. പിന്നെ നമ്മൾ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ അങ്ങനെയുള്ള 2 പ്ലേയേഴ്സേ ഉള്ളൂ. ഒന്ന് ജാവോ പെഡ്രോ ആണ്, പിന്നെ അതുപോലെ തന്നെ വാരസബാലോ ഉണ്ട്. ജാവോ പെഡ്രോന്റെ കേസ് നമുക്ക് ഓൾറെഡി അറിയാം. ചെൽസി എന്തായാലും പുള്ളിക്കാരന് കൊടുക്കാൻ പോകുന്നില്ല. ഓൾറെഡി ബാർസലോണ ട്രൈ ചെയ്തതായിട്ടാണ് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നുള്ളത് ഓർസബലാണ്. ഓർസബലിന്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്ക് ഇപ്പം റിയൽ സോസിഡാഡിൽ 2 വർഷത്തെ കോൺട്രാക്റ്റാണ് ബാക്കിയുള്ളത്. ബാർസലോണന്റെ റിയൽ സോസിഡായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് ഒക്കെ അത്യാവശ്യം നല്ല റിലേഷൻഷിപ്പാണ്. അപ്പം പുൾ ഓഫ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു അടിപൊളി ഡീലായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ ലോങ് ടേം ഒന്നും അല്ല കേട്ടോ. മാക്സിമം ഒരു വർഷം, ഈ ഒരു വർഷം സേവ് ചെയ്യാന്നുള്ള രീതിയിൽ വേറെ ആരും അവൈലബിൾ അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ. കാര്യം പുള്ളിക്ക് എന്തായാലും ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു ഹൈ ലെവലിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, വേൾഡ് കപ്പിൽ അത്യാവശ്യം നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളി ആയിരിക്കും ആ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും അടിപൊളി എന്നുള്ളതാണ്. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പുള്ളി അത്യാവശ്യം കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം ആ ഒരു ക്ലബ്ബ് വിട്ട് അല്ലെങ്കിൽ റിയൽ സോസിഡാഡിൽ പുള്ളി അടുത്ത ക്യാപ്റ്റനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലെയർ അവിടെ വിട്ടു വരുമോ എന്നുള്ളൊരു ചോദ്യം അത് വേറെയാണ്. എനിവേസ് ഐ തിങ്ക് ഹി വിൽ ബി ദ മാൻ, ദേ ഷുഡ് ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. ലെറ്റ്സ് സീ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സ്പെക്കുലേഷൻ്റെ പുറത്ത് ചെയ്ത വീഡിയോസ് ആണ് കേട്ടോ. അല്ലാതെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റും ഇവരൊക്കെയാണ് ബാർസലോണ ടാർഗറ്റ്സ് എന്ന് എവിടെയും പറഞ്ഞ് കേട്ടതായിട്ട് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു കണ്ട കുറേ സ്പെക്കുലേഷൻ്റെ പുറത്ത് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു മെൻഷൻ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ ദയവേത് ചൂണ്ടിക്കാണിക്കാം. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.